അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഏർവാടിയിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദ് എവിടായി, ഉസ്താദ് എപ്പോൾ ഏർവാടിയിലെത്തും, ഉസ്താദ് എപ്പോഴാണ് പുറപ്പെട്ടത്, ഉസ്താദ് ഏത് റൂട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള മറുപടി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയൊരു വീഡിയോ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുകയാണ്. നമ്മുടെ ഏർവാടിയിലുള്ള യാത്രകളും മക്ബറകളും മറ്റ് സിയാറത്തും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാനുള്ളത് തമിഴ്നാട്ടിലാണ്. അൽഹംദുലില്ലാഹ്, ഏകദേശം രാവിലെ സുബഹിക്ക് ശേഷം നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, ഭക്ഷണമൊക്കെ നമ്മുടെ റാഹത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 10 മണി 10:30 അൽഹംദുലില്ലാഹ് തഴവ ഉസ്താദിൻ്റെ മക്ബറ സിയാറത്ത് ചെയ്ത്, തഴവ ഉസ്താദിനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ തഴവ ഉസ്താദിൻ്റെ മക്ബറ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്നലെ രാത്രിയിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ കരുനാഗപ്പള്ളി ഷേഖന്മാരുടെ മക്ബറയും നൂറുദ്ദീൻ മസ്താൻ്റെ മക്ബറ, അതുപോലെ മുസാഫർ ഉപ്പാപ്പാടെ മക്ബറയൊക്കെ പോയി സിയാറത്ത് ചെയ്തിരുന്നു. കാരണം നമ്മളൊരു യാത്ര പോവുകയാണല്ലോ, അപ്പോൾ നമ്മൾ സിയാറത്തൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ ഞങ്ങൾ സിയാറത്തൊക്കെ ചെയ്തു. രാവിലെ തഴവ ഉസ്താദിൻ്റെ മക്ബറയിൽ നിന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഏർവാടി എത്തിയിട്ടില്ല, ഏർവാടിയിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് കൊല്ലത്ത് നിന്ന് 10:30 രാവിലെ യാത്ര തിരിച്ചു. ഏകദേശം ഇപ്പോൾ ടൈം 3 മണി ആവാറായി. ഏകദേശം 7-8 മണിക്കൂറോളം യാത്രയാണ്, ദീർഘമായൊരു യാത്രയാണ് ഏർവാടിക്ക് പോകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് 7-8 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ തെന്മല വഴിയാണ് വന്നത്. തെന്മല വഴി തമിഴ്നാട്, മറ്റേ സ്ഥലത്തിൻ്റെ വരുന്ന തമിഴ്നാട് തെങ്കാശി വഴി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മതിനെ ടച്ച് ചെയ്തല്ല പോകുന്നത്, വേറെ ഷോർട്ട് കട്ട് വഴിയുണ്ട്. പിന്നെ ഈ മാപ്പൊക്കെ നോക്കി പോകുമ്പോൾ അതിൻ്റേതായ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, കഴിയുന്ന വഴിക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അൽഹംദുലില്ലാഹ് വളരെ റാഹത്താണ്, മഹാന്മാരുടെ ചാരത്താണ്. ഇനിയുള്ള 3-4 ദിവസം നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് അതിമനോഹരമായ രീതിയിൽ നമുക്ക് നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. തമിഴ്നാടാണ്, ജസ്റ്റ് വലിയ റോഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. രാത്രിയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തും കേട്ടോ. രാത്രി ഏകദേശം 7-8 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ലൊക്കേഷനിൽ ഒരു 6:57 കാണിക്കുന്നത്. പിന്നെ വീണ്ടും ഇടയ്ക്കൊക്കെ നമ്മൾ നമസ്കരിക്കാനും വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനൊക്കെ നിർത്തുകയാണെങ്കിൽ, റെസ്റ്റ് എടുക്കാൻ നിർത്താകുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ലൈവ് ആണല്ലോ, ലൈവ് മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമുക്ക് രാത്രി ഏർവാടി വെച്ച് നടത്തണം. ഇവിടെ അസ്ഹറുദ്ദീൻ ഉസ്താദൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തിലാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ എന്തൊക്കെയാണ്, വേറെ എല്ലാവർക്കും സുഖമാണല്ലോ, സന്തോഷമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ദുആ വസിയത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇൻഷാ അല്ലാഹ് എഴുതിയിടും, നമുക്കതൊക്കെ വായിച്ച് ദുആ ചെയ്യാം. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഇൻഷാ അല്ലാഹ് ഏർവാടിയിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് അറിയിക്കുന്നതായിരിക്കും. അള്ളാഹു നമ്മളുടെ ഒരുമിച്ച് കൂട്ടത്തെ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ യാത്ര അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.